അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രിയിൽ ദൈവമക്കളുമായിട്ട് ചേർന്ന് ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനുമായിട്ട് താൻ പറഞ്ഞതുപോലെ ഏറിയ നാളുകളുള്ള പരിചയമുണ്ട്. ഞാൻ 2012 ഖത്തറിലെത്തിയ നാൾ മുതൽ താനുമായിട്ട് വളരെ സ്നേഹത്തിൽ ഒരേ സഭയിൽ കർത്താവിനെ കൂടി ആരാധിക്കുകയും ഞങ്ങൾ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് പോകുന്നതിന് ശേഷവും എല്ലായ്പ്പോഴും അത് തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വീണ്ടും ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ചേരാനൊക്കെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ആ സ്നേഹത്തിൽ ഇപ്പോഴും നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. നിങ്ങളെ ആരെയും എനിക്ക് പരിചയമില്ല, എങ്കിലും നമ്മളെല്ലാവരെയും അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ധൈര്യവും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി കർത്താവ് സംസാരിക്കുമെന്നും ശബ്ദം നമ്മളെ കേൾപ്പിക്കുമെന്നും നമുക്കത് അനുഗ്രഹമാകുന്നു. ഞാൻ എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്ന് പറയുന്നൊരു വാഗ്ദത്തം നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത് കൊണ്ട് ആ ദൈവ സാന്നിധ്യം അത് ഏത് മീഡിയ വഴിയാണെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ നാമത്തിലാണ് കൂടി വരുന്നതെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമുക്ക് ഇന്ന് രാത്രി വെളിപ്പെട്ട് കിട്ടണം. വ്യക്തിപരമായി നമ്മൾക്ക് അത് അനുഭവിപ്പാനിടയാകണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പരസ്പരം അറിയത്തില്ലെങ്കിലും നമ്മെ നല്ലപോലെ അറിയുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഒന്നും അവൻ്റെ മുമ്പിൽ മറച്ചു വെക്കാനില്ല. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വചനവും ആ ഭാഗത്തോട് ചേർന്ന് വരുന്നുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. ഉള്ളതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗമികമായ നമ്മുടെ വിഷയങ്ങൾക്ക് അപ്പുറമായി ഈ കാലഘട്ടം വളരെ ദുർഘട സമയങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ, ഹല്ലേലൂയ, ഒന്നുകൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ, എവിടെയൊക്കെ പിശാച് നമ്മളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നു അവിടെ നിന്നെല്ലാം നമുക്ക് വിടുവിക്കപ്പെടാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വചനത്തിൽ കൂടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം സകല നുകത്തെയും തകർക്കുന്നതാണ്, സകല നുകത്തെയും തകർക്കുന്നതാണ്. ഹല്ലേലൂയ. ഓറബാന ശഖാലമ സിയാന്ധന ധുനിയാ സാന്ധന. ഹല്ലേലൂയ. അഭിഷേക സകല നുകത്തെയും തകർക്കും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒരിക്കൽ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എടുക്കേണ്ട ആ ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ഇന്ന് രാത്രി വചനം സംസാരിക്കപ്പെടുമ്പോൾ അവിടെ 2 കാര്യം ആമേൻ അവിടെ വ്യാപിക്കാനിടയാകും. ദൈവത്തിന്റെ ആത്മാവും യേശുവിന്റെ ജീവനും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? ആമേൻ. ദൈവത്തിന്റെ ആത്മാവും യേശുവിന്റെ ജീവനും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ സാധാരണ ആമേൻ ഒരു ദൈവവചനത്തിനകത്തുനിന്ന് ഒരു ചിന്ത കേൾക്കാനായിട്ട് ആരും ഇരിക്കരുത്, ഒരു പ്രസംഗം കേൾക്കാനായിട്ട് ആരും ഇരിക്കരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവും ജീവനുമായ വചനം എൻ്റെ മേൽ വന്ന് പതിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇരുന്നാട്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓറബാന ശിഖാലബ സന്ധന രഗത രഹസ്യാന്തര. ചിലരൊക്കെ ഇതുവരെ ആമേൻ ഈ നിമിഷം വരെ നിന്നതുപോലെയല്ല, നിങ്ങൾ ആള് മാറിയവരെ പോലെ നിങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് ഹല്ലേലൂയ ഏതെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്നതിന്റെ വിശേഷത കൊണ്ടല്ല ഞാൻ വീണ്ടും അത് പറയട്ടെ, എനിക്ക് ഒരു പുകഴ്ചയും പറയാനില്ല. കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ബിരുദത്തെ കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ഒരു മികവും ആമേൻ ഞങ്ങൾക്ക് പറയാനില്ല. കർത്താവ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചു. ഹല്ലേലൂയ. നിന്റെ പഠനം കൊണ്ടോ നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടോ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് കർത്താവ് നന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ടൊന്നും ആമേൻ കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ഭാഗത്തിനകത്ത് കർത്താവിനോട് ഇടപെട്ട വചനം വായിക്കുന്നതിന് മുമ്പ് ഒരു ദൂത് പരിശുദ്ധാത്മാവിൽ പറയട്ടെ. ഞാനൊന്നുമല്ല, എനിക്കൊന്നിനും കഴിയത്തില്ല, ഞാനൊന്നിനും പ്രാപ്തനല്ലെന്നുള്ള ചിന്തയാൽ ആരെങ്കിലും സ്വയമായിട്ട് തങ്ങളെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പുറകോട്ട് വലിപ്പിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാ അവരോട് സംസാരിക്കുന്നു. നമ്മുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ കഴിവില്ലായ്മയുമല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ അവൈലബിലിറ്റിയാണ്, നമ്മുടെ
നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നമ്മൾ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുക, നമ്മൾ അവന്റെ മുമ്പിൽ പ്രസന്റ് ആകുക എന്നുള്ളതാണ് കാര്യം. ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ വിളിക്കുമ്പോൾ, കൂട്ടായ്മയിലേക്ക് വിളിക്കുമ്പോൾ, ഉപവാസത്തിലേക്ക് വിളിക്കുമ്പോൾ, ദൈവ നിയോഗത്തിലേക്ക് വിളിക്കുമ്പോൾ അവിടെ നമ്മൾ അവൈലബിൾ ആകുക, ദാഹത്തോടെ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വചനം എന്താ പറയുക? ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദിയിലൊഴുകും. കഴിഞ്ഞ ദേവദാസൻ തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയാനിടയായി. അതിന്റെ യഥാർത്ഥ പരിഭാഷ ഇങ്ങനെയാ പറയുന്നത്: ജീവജലത്തിന്റെ നദികൾ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അത് യഥാർത്ഥ പരിഭാഷ ഇങ്ങനെ മനസ്സിലാക്കുന്നത്: ജീവൻ ഒരു നദി പോലെ ഒഴുകും, ജീവൻ ഒരു നദി പോലെ ഒഴുകും. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവൻ ഒന്നും വേണ്ട, ഒന്നും എടുത്തു പറയാൻ ഒന്നും വേണ്ട, ഒരു പാരമ്പര്യവും വേണ്ട, ഒരു അറിവും വേണ്ട, ഒരു കഴിവും വേണ്ട. കർത്താവിന്റെ മുമ്പിൽ ഇതൊന്നും വേണ്ട. നമ്മളെ ഉള്ളതുപോലെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ വിടുതൽ വേണ്ട മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് വിടുതൽ നൽകുകയും അവൻ കൈപിടിച്ചുയർത്തേണ്ട സ്ഥാനത്ത് കൈപിടിച്ചുയർത്തുകയും ആള് മാറിയവനെ പോലെ ആകേണ്ട സ്ഥാനത്ത് ആള് മാറിയവനെ പോലെ ആകുകയും രോഗസൗഖ്യം വേണ്ട സ്ഥാനത്ത് രോഗസൗഖ്യം തരാനും ഹല്ലേലൂയ അവൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഹൃദയത്തിൽ ആവലായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ ഹല്ലേലൂയ അവൻ ഒന്നും അവൻ അങ്ങോട്ട് ചെയ്യാനായിട്ട് കഴിയാത്തതുപോലെ, ഒന്നും എൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുപോലെ തോന്നുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറയട്ടെ: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്ന വചനം പറഞ്ഞു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നെന്ന് ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വചനം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കഴിവല്ല പ്രധാനം, അവൻ എക്സ്പീരിയൻസ് അല്ല പ്രധാനം. ഹല്ലേലൂയ. അവൻ 1 മാസം ഉള്ളവനെയും അവൻ 2 മാസം ഉള്ളവൻ 2 ദിവസം അവൻ മാത്രം അവൻ ആത്മീയ അനുഭവങ്ങളുള്ളവനെയും ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ 5 വർഷമായിക്കോട്ടെ, 10 വർഷമായിക്കൊള്ളട്ടെ, അവൻ കർത്താവിലേക്ക് വന്നിട്ട് എത്ര വർഷമോ എത്ര ദിവസമോ എത്ര മാസമോ ആയതുള്ളതല്ല. വീണ്ടും പറയുന്നു, നിന്റെ അവൈലബിലിറ്റി ഇന്ന് രാത്രി മുഖം നോക്കാതെ, അവൻ സാഹചര്യം നോക്കാതെ, എന്റെ കർത്താവെ നീ കരങ്ങളിൽ എന്നെ ഒന്ന് എടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം രാത്രി വന്നിട്ടുണ്ട്. ഓ റബാന ശഖാലവ സ്യന്ധനാദകൽക്കമനിയന്തര. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. എന്നെ കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, നിന്നെ കൊണ്ട് ഞാൻ ഹല്ലേലൂയ കുതിരയെയും അതിന്റെ മേൽ ഇരിക്കുന്നവരെയും തള്ളിയിടും. ഹല്ലേലൂയ. ഓ രാജാക്കന്മാരെ ഹല്ലേലൂയ, രാജാക്കന്മാരെ ഹല്ലേലൂയ, ചില വാഴ്ചകളെ ഹല്ലേലൂയ ഹല്ലേലൂയ അതിന്റെ മേലുള്ള അധികാരങ്ങളെ ദൈവം വിശ്വസ്തനാണ്. ഓ റബന ശഖലവ സ്യന്ധനാദര. നിന്റെ കുടുംബത്തെ നീ നോക്കരുത്. ഓ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലരുടെ വാക്കുകളാൽ മുറിപ്പെട്ടവർ, പലരുടെ വാക്കുകളാൽ തകർക്കപ്പെട്ടവർ, ആത്മവിശ്വാസം പോയവർ, സംസാരിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ലാത്ത ആരോ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടുകയാണ്, ദൈവം നിന്നെ തൊടുകയാണ്, ദൈവം നിന്നെ തൊടുകയാണ്. ഓ യഹോവയായ കർത്താവിന്റെ ബലമാണ്. അവന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടകൊള്ളുമാറാക്കുന്നു. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവൻ ചിലരുടെ ഹൃദയത്തെ ദൈവം ഇന്ന് രാത്രി ബലപ്പെടുത്തുകയാണ്. ഓ ഹല്ലേലൂയ. ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ്, മുറിവുകളെ ഉണക്കുകയാണ്. വാക്കുകളാലുള്ള ചില മുറിവുകൾ ഹല്ലേലൂയ അറിഞ്ഞുകൊണ്ട് ഹൃദയത്തെ, മനസ്സിന്റെ കോൺഫിഡൻസിനെ തകർക്കുവാൻ വന്ന ചില വാക്കുകൾ, അതിൻ്റെ അകത്ത് തകർന്നിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കരങ്ങളിൽ എടുക്കുകയാണ്. ഓ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ ചിലര് ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ വാക്കുകൾ കൊണ്ടും അവരുടെ ബിഹേവിയർ കൊണ്ടും സ്വന്തം ഹല്ലേലൂയ ഒറ്റപ്പെടുത്തൽ കൊണ്ടും അവഗണിക്കൽ കൊണ്ടും മാറ്റി നിർത്തി നിങ്ങൾ ആരോടും അത് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ഭാരമായിട്ട് അവശേഷിക്കുന്നു. നീ മനുഷ്യനെ നോക്കണ്ട, ഇന്ന് രാത്രി നിന്റെ കർത്താവിനെ നോക്ക്, നിന്നെ വിളിച്ചവനെ നോക്ക്, വിളിച്ചവനെ നോക്ക്, വിളിച്ചവനെ നോക്ക്. ഹല്ലേലൂയ. ഓ റബന ശഖാല സ്യന്ധന. ഒരു നിന്ദയും യേശുവിന്റെ മേൽ ഏശിയില്ല, ഒരു പരിഹാസവും യേശുവിന്റെ മേൽ ഏശിയില്ല, ഒരൊറ്റപ്പെടുത്തലും തന്നെ ബാധിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം നേരിട്ടവരെ നീ ധ്യാനിച്ചുകൊള്ള. ഇന്ന് രാത്രി യേശു നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി യേശു നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന രാത്രിയാണ്. ഓ ഹല്ലേലൂയ. നീ സ്വീകരിച്ചു പറഞ്ഞവരും നീ വിളിച്ചു പറഞ്ഞവരും നീ ഉറക്കെ പ്രസ്താവിക്കുന്നവനും നിന്റെ വീണ്ടെടുപ്പുകാരെന്ന് പറയുന്നവൻ, ഓ ഹല്ലേലൂയ, ഓ
ഓ, ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് വരുന്ന രാത്രിയാണ്, നിന്നെ സ്പർശിക്കുന്ന രാത്രിയാണ്. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, ആമെ കൃപ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, ആമെ ആത്മവരത്താൽ, ആമെ ഭാഷാവരത്താൽ ദൈവത്തെ സ്തുതിക്കാൻ കൃപ പ്രാപിച്ചോ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ, പൈശാചികൻ മാറി നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആ ദേശത്ത് വ്യാപിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകൾ, ആമ ദൈവജനത്തിന്റെ വിടുതൽ തടസ്സമായി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ കോട്ടകളെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചതിനെ ജയമെടുക്കുന്നു. ആത്മാക്കളെ വിടത്തില്ലെന്ന് വാദിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന ഇന്നത്തെ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ആത്മാക്കളെ വിടത്തില്ലെന്നും പാരമ്പര്യത്തിനകത്തൊന്നും പുറത്ത് വിടത്തില്ലെന്നും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അത് കീഴടങ്ങട്ടെ. കീഴടക്കുന്ന നാമത്തെ ഇന്ന് രാത്രി പ്രസ്താവിക്കുന്നത് നമ്മുടെ ആരുടെ നാമമല്ല, നമ്മുടെ ആരുടെ പേരല്ല, നമ്മുടെ ആരുടെ ഇമേജ് അല്ല, നമ്മുടെ ആരുടെയും യാതൊരു ബയോഡേറ്റയും അല്ല. ഇന്ന് രാത്രി പ്രസ്താവിക്കപ്പെടുന്നത് എല്ലാ മുഴങ്കാലികളും അടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന, എല്ലാ മുഴങ്കാലികളും അടങ്ങുന്ന പരിശുദ്ധ നാമത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും അധോലോകരുടെയും അവൻ മുഴങ്കാലുകളൊക്കെ മടങ്ങി എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. ആ നാമത്തെ ഇന്ന് രാത്രി ഉയർത്തുന്നതാ. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞാട്ട് യേശു എന്ന നാമത്തെ, യേശു എന്ന നാമത്തെ വിളിച്ചു പറഞ്ഞാട്ട്. നിങ്ങൾ ആത്മാവിനൊന്ന് കണ്ടാട്ടെ ആ ദേശത്തിന്റെ ശക്തികൾ. നിങ്ങളൊന്ന് ഒരുക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കിനകത്ത്, നിങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കിനകത്ത് അവൻ നിങ്ങളുടെ വാക്കിനകത്ത് ശക്തി വ്യാപരിക്കും. നിങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കിനകത്ത് ശക്തി വ്യാപരിക്കും. ഒന്ന് വിശ്വസിച്ച് ഏറ്റുകൊടുത്താണ്, ഏറ്റുപറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദേശത്തിന്റെ ചില ശക്തികൾ ആമെ മുട്ടുമടക്കുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. ദേശത്തിന്റെ ചില ശക്തികൾ ദൈവദാസന്മാർക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആമെ ഹല്ലേലൂയ അപകടങ്ങളും രോഗങ്ങളും ഉണ്ടാക്കി അവരുടെ ശുശ്രൂഷയെ ബുദ്ധിമുട്ടിക്കാൻ, വിഘ്നപ്പെടുത്താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വേദനകൾ ഉണ്ടാക്കി, അവരുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ആത്മാവിൽ കീഴടങ്ങുന്നത് ആമേൻ ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചാട്ട് ആ ദേശത്തിന്റെ വിടുതലെ നിങ്ങൾ കാണുക. മറ്റൊന്നും അതിൽ കുറഞ്ഞൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എന്നോട് പരിശുദ്ധാത്മാവ് ഈ പ്രാഥമിക സമയത്ത് തന്നെ ഇങ്ങനെ പറയാൻ ആമേൻ ആവശ്യപ്പെടുന്ന ആ ദേശത്തിന്റെ വിടുതലിന്റെ കുറഞ്ഞതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇന്ന് രാത്രി ആമൻ പ്രാരംഭമായി കേട്ട ഈ ദൂതുകൾ, ആലോചനകൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങൾ, അവസാനത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ആരെങ്കിലും എടുത്തു വായിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തിന്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവ് ശക്തമായിട്ട് ദൈവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ആമേൻ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഈ ഭാഗം നന്നായിട്ട് പരിചയമുള്ളതാണ്. പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉരുവിട്ട് പറയുന്നതാണ്, നമുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള കാര്യവുമാണ്. എന്നാൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആമേൻ പലപ്പോഴും ഈ മലയാളം വായിക്കുമ്പോൾ നമുക്ക് ആമേൻ വ്യക്തമായി അതിന്റെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിയാത്ത ആമേൻ ചില ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്ന് വ്യക്തമാക്കി തരാൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മെസ്സേജ് പൊതുവായിട്ട് തന്നെ കൊടുക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
എന്നെ ഇങ്ങനെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചത് പെട്ടെന്ന് ഈ ഭാഗം തന്നെയാണ് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് നൽകിയത്. നമ്മുടെ അകക്കണ്ണുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറന്നു തന്നിട്ട് നമ്മൾ ആരെയാണ് നോക്കുന്നത്, നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള വ്യക്തമായ ചില ക്ലാരിറ്റികൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന്, നമുക്കൊരു ധൈര്യം ഇവിടെ പറയുകയാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കൺഫെഷനെ നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളാനാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവരാണെങ്കിൽ, ഇന്ന് ഈ വചനത്തിന്റെ ആദ്യ ഭാഗത്തോട്ട് കയറുമ്പോൾ തന്നെ ദൈവാത്മാവ് ഇങ്ങനെ ഒരു ഉറപ്പ് സഭയ്ക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞവർ, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഇങ്ങനെ ആ വാക്ക് ഒന്നുകൂടെ ഒരു കുറച്ചുകൂടെ അതിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് പറയട്ടെ. ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞവർ, ഹല്ലേലൂയ. എന്താ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്? ഹൃദയം നിറഞ്ഞു കവിയുന്നതാ വാ പ്രസ്താവിക്കുന്നത്. അങ്ങനെ എത്ര പേർക്ക് കർത്താവിനെ ഏറ്റുപറയാൻ പറ്റിയിട്ടുണ്ട്? ഒരു സുവിശേഷത്തിനകത്തോട്ട് ആമേൻ കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ട് വന്നിട്ട്, ഒരു സുവിശേഷം കേട്ടപ്പോൾ ഹൃദയത്തിന് യഥാർത്ഥമായി പരിവർത്തനം വന്നിട്ട് യേശുവിനെ സ്വീകരിച്ചവർ എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? നിങ്ങൾ ആമേൻ സ്തോത്രം ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആമേൻ, സുവിശേഷം കേട്ടിട്ട് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവർ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങളെല്ലാം ഒരു സഭയ്ക്കകത്തല്ലേ ഇരിക്കുന്നത്, ഞങ്ങളോട് എന്തിനാ ഇങ്ങനത്തെ ഒരു ആലോചന പറയുന്നത്? ആമേൻ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സഭയ്ക്കകത്തും സുവിശേഷം ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും ജഡത്താൽ ജനിച്ചവരല്ല. ജഡത്താൽ ജനിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദെമോസിനോട് കർത്താവ് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, എന്നാൽ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ഈ കാര്യം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ, ജഡത്താൽ ജനിച്ചത്. എന്നാൽ ജഡത്താൽ ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തോ? നമ്മുടെ മാതാപിതാക്കൾക്ക് ജനിച്ച സാധാരണ ഒരു ജനനം മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ അത് വെറും ജഡമാണ്. എന്നാൽ വചനം പറയുന്നു, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വചനം സംസാരിക്കപ്പെടുമ്പോൾ അതിന്റെ അകത്ത് ആത്മാവും ജീവനും ഉണ്ട്. ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ, ഹല്ലേലൂയ, ഹൃദയത്തിനകത്ത് രൂപാന്തരം വന്നിട്ട് ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്റെ ഉള്ളിൽ, ഹല്ലേലൂയ, പാപമുണ്ട്, എനിക്ക് രക്ഷകനെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയത്തിനകത്ത് രൂപാന്തരം വന്നിട്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്റെ പാപത്തെ കഴുകണമേ എന്ന് അവൻ ഹൃദയപൂർവ്വം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നീ വെറും ഒരു ജഡമല്ല, നീ ആത്മാവിനാൽ ജനിച്ച ഒരാത്മാവാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് വേറൊരു അവനൊരു പ്രസംഗ വിഷയമാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് ജഡമുണ്ടല്ലോ, സ്തോത്രം, നമ്മൾ ജഡത്തിലാണല്ലോ ജീവിക്കുന്നത്, അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ആത്മാവാണെന്ന് പറയുന്നത്? ഹല്ലേലൂയ. നമ്മളെ എന്തിനാ ദൈവം ജനിപ്പിച്ചേക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ ദൈവം ജനിപ്പിച്ചേക്കുന്നത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാൻ. അവൻ ഏദൻ തോട്ടത്തിൽ, ഹല്ലേലൂയ, അവൻ സ്തോത്രം, ആദമിനെ ഹവ്വയെയും തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് സൃഷ്ടിച്ച് അവിടെ ആക്കി വെച്ചിരുന്നു. അവർ പാപം ചെയ്തപ്പോ ആ തേജസ് നഷ്ടപ്പെട്ട ആ തേജസ്സിനെ നമുക്ക് വേണ്ടി മടക്കി തരാനാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചത്. ഹല്ലേലൂയ. ആ മരണത്തെ വിശ്വസിച്ച് ഏറ്റെടുത്തവർ, ഹല്ലേലൂയ, അവർ സാധാരണ ജഡത്തിൽ നീക്കിവെക്കുന്ന സാധാരണ ഒരു ജഡമനുഷ്യർ മാത്രമായിട്ട് ഒതുങ്ങിയല്ല. അവരെ കുറിച്ച് സ്വർഗം പറയുന്നത് അവർ ആത്മാവാകുന്ന ദൈവത്തോട് അനുരൂപപ്പെടുന്ന തലത്തിൽ ആ സ്വരൂപത്തിലേക്ക്, സാദൃശ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളായവർ മാറുകയാണ്. അതാണ് പറയുന്നത്, ആത്മാക്കൾ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. ഹല്ലേലൂയ. ഓ ശബരഹദരകൾ ഖമരദരഗസ്യ. ഞാനും നിങ്ങളും ഈ ജഡത്തിൽ വസിക്കുന്ന ആത്മാക്കളാണ്, ഈ ജഡത്തിൽ സഞ്ചരിക്കുന്ന ആത്മാക്കളാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി ഈ വെളിപ്പാട് നിങ്ങളുടെ
അകത്ത് കയറുമ്പോൾ, ഹല്ലേലൂയ, ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറുമ്പോൾ നിങ്ങൾ ചിലരെ ജയിക്കാൻ തുടങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ, നിങ്ങളുടെ ചില ശരീരത്തിന്റെ ക്ഷീണത്തെ നിങ്ങൾ ജയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ വെറും ഒരു സാധാരണ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ല, ഞാൻ വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ആത്മാവിനെ സ്പർശിക്കപ്പെട്ട ആത്മാവിനാൽ ജനിച്ച ഒരാത്മാവാണെന്ന്. നിങ്ങളുടെ ഹൃദയത്തിലെ കണ്ണുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. ഹല്ലേലൂയ, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും മറ്റുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന യേശുവില്ലാതെ ജീവിക്കുന്നതിനെ പോലെയുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനല്ല ഞാൻ. ഹല്ലേലൂയ. സ്വന്തം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാനത് എടുത്ത് വായിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അവൻ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതിന്റെ 6-ാം വാക്യത്തിൽ ഹല്ലേലൂയ, നിക്കോദീമോസിനോട് കർത്താവ് അവൻ ചോദിച്ച ചോദ്യത്തിന്, ഞാൻ ആ ഭാഗം ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആ ചോദിച്ച ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്. കർത്താവ് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വെളിപ്പാടിന്റെ തലങ്ങൾ തുറക്കപ്പെടട്ടെ. സാധാരണ മനുഷ്യരെ പോലെ ക്ഷീണിച്ചിരിക്കാനുള്ളവരല്ല ഞാനും നിങ്ങളും. സാധാരണ മനുഷ്യരെ പോലെ തകർന്നിരിക്കാനുള്ളവരല്ല ഞാനും നിങ്ങളും. സാധാരണ മനുഷ്യർക്ക് വരുന്നൊരു പ്രശ്നം വരുമ്പോൾ അവരെ പോലെ കുഴഞ്ഞു പോകാനുള്ളവരല്ല ഞാനും നിങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ സാധ്യത വളരെ വലുതാണ് കേട്ടോ. ഇന്ന് രാത്രി ഇത് തിരിച്ചറിയാൻ ഞാൻ വീണ്ടും ജനിച്ച സമയം മുതൽ ഹല്ലേലൂയ, എന്റെ മഹാപുരോഹിതൻ ആകാശത്തൂടെ കടന്നു പോയിരിക്കുന്ന യേശു കർത്താവാണ്. കാരണം ഹല്ലേലൂയ, അവനാകുന്ന വചനത്താലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത്. നിങ്ങളുടെ വെളിപ്പാടിന്റെ തലത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തുറക്കട്ടെ, ഇന്ന് രാത്രി തുറക്കട്ടെ, ഇന്ന് രാത്രി തുറക്കട്ടെ. ആരെയും നിങ്ങളുടെ ചില രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാക്കട്ടെ. നിങ്ങൾ രോഗങ്ങളുള്ള ഭാഗത്ത് കൈവെക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ മനസ്സിലൊന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് വേദനയുണ്ട്, നിങ്ങൾക്ക് രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസത്താൽ ഞാനൊരു ജഡമല്ല, ആത്മാവിനാൽ ജനിച്ചൊരു ആത്മാവാണ്. ഈ ആത്മാവിന്റെ മേൽ ജഡീക മനുഷ്യന് വരുന്ന ചില രോഗങ്ങളെ തുടർമാനമായിട്ട് അലട്ടി എന്റെ വേഗത കുറയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞൊന്ന് വിശ്വാസത്തോടെ കരം വെച്ചാട്ട് ഇന്ന് രാത്രി നിങ്ങളെ യേശു കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില രോഗങ്ങളുടെ മേൽ സൗഖ്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളാണെങ്കിലും അവരെ വിശ്വാസത്താൽ കണ്ടാട്ട്, അവരിപ്പോൾ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിലും അവരെ വിശ്വാസത്താൽ കണ്ടിട്ട് പറഞ്ഞാട്ട് അവരെ സ്ട്രഗിൾ ചെയ്യുന്ന, ദണ്ഡിപ്പിക്കപ്പെടുന്ന ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒരു ഡെലിവറൻസിന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്നു. കാലിന്റെ മേലുള്ള ചില പെരുപ്പുകൾ യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. സ്തോത്രം. ചില ദൈവകൃപ ചിലരുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കൈയുടെ വേദനകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്റേണൽ ഓർഗൻസുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ വീടിനകത്ത് തന്നെ ഇരുത്തിക്കളയാൻ വ്യാപരിക്കുന്ന ചില പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുണ്ട്. എന്നാൽ നിങ്ങളെ തന്നെ ക്ഷീണിപ്പിച്ച് മടിപ്പിച്ച് ഇരുത്തിക്കളയുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് വിശ്വസിക്കുക. നീ ആത്മാവിനാ ജനിച്ച ഒരു ആത്മാവാണ്. ഹല്ലേലൂയ. ആകാശത്തുകൂടെ കടന്നുപോയൊരു മഹാപുരോഹിതനാ എനിക്ക് നിങ്ങൾക്ക് ഉള്ളത്. ഹല്ലേലൂയ. അവരെയാണ് ഞാൻ നിങ്ങൾ പിന്തുടരുന്നത്. വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്വന്തം ഹല്ലേലൂയ. സ്വന്തം ഹല്ലേലൂയ. ഈ സ്വന്തം ഹല്ലേലൂയ. ഈ വായുമണ്ഡലം തനിക്ക് പ്രശ്നമല്ലായിരുന്നു. ഹല്ലേലൂയ. ആകാശത്തിന്റെ ഓരോ തലങ്ങൾ, ഓരോ ലെയറുകൾ തനിക്ക് പ്രശ്നമല്ല. അവൻ സ്വർഗത്തെ നിറയ്ക്കുന്നവനാണ്. കാരണം അവൻ ആത്മാവാകുന്ന ദൈവം ഈ ജഡശരീരം സ്വീകരിച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ ലിമിറ്റേഷനെ പൊട്ടിക്കുന്ന, നിന്റെ പരിമിതികളെ പൊട്ടിക്കുന്ന, നിന്റെ ഹല്ലേലൂയ ബൗണ്ടറികളെ പൊട്ടിക്കുന്ന, നിനക്ക് മനുഷ്യൻ വെച്ച ആതിരുകളെ പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൺഫഷൻ മുറുകെ പിടിച്ചോളാൻ,
നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? ഞാൻ ഒരിക്കൽ യേശുവിനെ ഏറ്റു പറഞ്ഞത് അത് വെറുതെ അല്ല. ഹല്ലേലൂയ. അതൊരു പഴക്കമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പഴക്കമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കൽ ഒരു മീറ്റിങ്ങിന്റെ സമയത്ത് അവൻ വെറുതെ ഞാൻ വാഹ കൊണ്ടൊരു ജൽപ്പനമായിട്ട് പറഞ്ഞായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല പ്രിയ ദൈവമക്കളെ. അവൻ സ്വന്തം നിങ്ങൾ ഏതെങ്കിലും കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് യേശുവിനെ പിൻപറ്റുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിരാശപ്പെടും. എന്നാൽ വാസ്തവമായിട്ട് വചനത്തിന്റെ ശബ്ദത്താൽ ആമേൻ നിങ്ങൾ രൂപാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിരാശ ഉണ്ടാകത്തില്ല. നിങ്ങൾക്കൊരിക്കലും നിരാശ ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ഞങ്ങൾ സ്വപ്നം പോലും കാണാത്ത പ്രയാസങ്ങൾ പ്രതിസന്ധികൾക്ക് കൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. എന്നാലും ഇന്നും ബലത്തോടെ നിർത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ യേശുവിനെ വാസ്തവമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചൊരു ദിവസം ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ഞങ്ങളെ ഒരിക്കലും കൈവിടുന്നവനല്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് രാത്രി ചില ഉറപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഒരിക്കൽ ഞാനൊരു സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാണ്. എനിക്ക് കൂട്ടായിട്ട് ദാസിയൊക്കെ അനുഭവത്തിലുള്ളവരാണ്. പ്രിയ ദാസിയുടെ മാതാവും ഞങ്ങളോട് ഇപ്പോൾ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ഈ മീറ്റിംഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളെല്ലാവരും ഒരിക്കൽ ഒരു പാരമ്പര്യ സമുദായ പശ്ചാത്തലത്തിൽ നിന്നവരാണ്. അവിടെ നിന്ന് യേശുവിനെ രക്ഷകനായ നാഥനുമായി സ്വീകരിച്ച വചന സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ പിന്തുടരാൻ ആഗ്രഹത്തോടെ അവരോടെ തീരുമാനമെടുത്ത് ആ കൂട്ടങ്ങളെയൊക്കെ വിട്ട് പുറത്തു വന്നവരാണ്. ഞാൻ ഒരിക്കൽ പറയട്ടെ, ആ സാമുദായിക പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരിക്കൽ ഞാനൊരു മീറ്റിങ്ങിന് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബസ്സിൽ വെച്ച് എന്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് പേരറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ ബസ്സിൽ വെച്ച് കണ്ടു. അന്ന് ആദ്യവും അവസാനമായിട്ട് കണ്ടു. താൻ എന്നോട് ചോദിച്ചു ഏത് സഭയിലാണ് പോകുന്നത്. ഞാനപ്പോൾ പറഞ്ഞു ഇന്ന പള്ളിയിലാണ് കൂടുന്നതെന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചുരുക്കം ചില കാര്യങ്ങൾ അദ്ദേഹം എന്നിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ ഞാൻ മുമ്പേ പറഞ്ഞ ആ വാക്ക് സ്തോത്രം ആദ്യം പറഞ്ഞപ്പോൾ ആ വാക്ക് ഓർപ്പിക്കാനിടയായി. സ്തോത്രം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടിക്കാതിരിപ്പാൻ ഭാവികളാൽ ഇങ്ങനെയുള്ള വിരോധം നേരിട്ടവനെ ധ്യാനിച്ചോളൂ. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആ വാക്യം ഏത് ഭാഗത്താണെന്ന്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം അതെന്റെ ജീവിതത്തിൽ ഒത്തിരി ബലമായി. യേശുവിനെ ധ്യാനിച്ചാൽ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, യേശു മുഖാന്തരം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്ഷീണം വരത്തില്ല. ക്ഷീണിപ്പിക്കുന്നത് എന്ത് വന്നാലും അതിന്റെ നടുവിൽ നിന്ന് ദൈവം കൈപിടിച്ച് കയറ്റി പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം മാറുന്ന ദിവസമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം മാറുന്ന ഈ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വന്ന് ഞാൻ മീറ്റിംഗ് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ഗുരുതരമായ വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം ഒരുക്കുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ പലതിനെ പൊട്ടിച്ച് പിശാച് പല്ല് കടിച്ച് ഉരുകിപ്പോകുന്ന, അവന്റെ ആശ നശിച്ചു പോകുന്ന ഒരു വിടുതലോടെ നിങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി ഈ വചനത്താൽ ദൈവനെ വിടുവിക്കും. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ടല്ല, ഈ വചനത്താൽ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയാമോ? ഈ ജഡത്തിൽ ഞാൻ ആ ഭാഗത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ നടക്കുന്ന ഏത് മഹാപുരോഹിതനും ആദ്യം സ്വന്തം പാപങ്ങൾക്കായിട്ടും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായിട്ടും അവൻ യാഗം അർപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. താനും ബലഹീനത പൂണ്ടവനാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഒരു ബലഹീനതയും ഇല്ലാത്തവൻ, ഒരു ബലഹീനതയും ഇല്ലാത്തവൻ. അതിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഒരു ബലഹീനതയും ഇല്ലാത്തവൻ, ബലഹീനത പറയാനില്ലാത്തവൻ. ഇന്ന് അധ്യക്ഷന്മാരായിരിക്കുന്ന പലരെ കുറിച്ചും നാം മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. പലരും ജഡത്തിൽ പ്രതികരിക്കുന്നു, ജഡത്തിൽ അവർ കേസ് കൊടുക്കുന്നു, വഴക്കും തല്ലും ഒക്കെ ഉണ്ടാക്കുന്നു. അവരുടെ ബലഹീനത കൊണ്ടാണ്, അവരുടെ പരിമിതി കൊണ്ടാണ് അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇതിനൊന്നും തോൽപ്പിക്കാൻ കഴിയാത്ത, ഇങ്ങനെയുള്ള ഒരു ബലഹീനതയ്ക്ക് തകർക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി ധൈര്യത്തോടെ കോൺഫിഡൻസോടെ വിളിച്ചു പറയണം, ഞാൻ യേശുവിനെ സ്വീകരിച്ചത് വെറുതെ അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടത് വെറുതെ അല്ല,
ഞാൻ സ്നാനപ്പെട്ടത് വെറുതെയല്ല, ഞാൻ വ്യർത്ഥവും പിതൃമാരി വേണ്ട നടപ്പ് വിട്ടത് വെറുതെയല്ല. ഹാലേലൂയ. പലരുടെ നിന്ന വാക്ക് കേട്ടിട്ട്, കുത്തുവാക്ക് കേട്ടിട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് വെറുതെയല്ല, വെറുതെയല്ല. എനിക്കൊരു മഹാപുരോഹിതൻ ആകാശത്തൂടെ കടന്നുപോയ ഒരുവനുണ്ട്. ഹാലേലൂയ. അവരെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഗലീലാപുത്രന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയവൻ അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും, പോയതുപോലെ തന്നെ മടങ്ങി വരും. ഹല്ലേലൂയ. യഹോവ ഉണ്ടാക്കാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാനും നിങ്ങളും അവർക്കൊരു നിക്ഷേപമായിരിക്കും. കർത്താവിനൊരു നിക്ഷേപമായിരിക്കും. ഓഹോ, ഹല്ലേലൂയ. ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. സ്റ്റോറി അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. പോയവൻ വീണ്ടും അതുപോലെ മടങ്ങി വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പോയവൻ അതുപോലെ മടങ്ങി വരും. നമ്മുടെ സ്വീകാര്യം, നമ്മുടെ ഏറ്റുപറച്ചിൽ, നമ്മൾ സ്വീകരിച്ച ആ സ്വീകാര്യം, നമ്മൾ യേശുവിനെ സ്വീകരിച്ച ആ സ്വീകാര്യം, പലരും നിന്ന വാക്ക് പറഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ അവരെയൊക്കെ വാക്ക് കാര്യമാക്കാതെ ഈ യേശുവിനെ സ്വീകരിച്ച ആ സ്വീകാര്യത്തെ ഇന്ന് രാത്രി നീ മുറുകെ പിടിക്ക. ഇന്ന് രാത്രി നീ മുറുകെ പിടിക്ക. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര കർത്താവിങ്കലുണ്ട്. ഒരു പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ പോകത്തില്ല. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരനക്കമില്ലാത്ത ചില വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് കരം വെക്കുന്നു. നിരാശപ്പെടണ്ട. ഓ ശാബാല ധീനിയ ഖമനിയന്തര റീവൽ ഖമന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്നത് പോലെ ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കാരണം മഹാപുരോഹിതൻ കടന്നുപോയവൻ ഇരിക്കുന്നുണ്ട്. നീ ഒരിക്കലും നിന്റെ വിശ്വാസത്തെ സംശയിക്കരുത്. നീ ഏറ്റുപറഞ്ഞതിനെ സംശയിക്കരുത്. വെറുതെ ഒരു ചടങ്ങ് വരുന്നത് പോലെ ഒരു മീറ്റിങ്ങിനും വരരുത്. ഞാനൊരു ദൈവ പൈതലാന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വരണം. ഞാനൊരു ദൈവത്തിന് മകനാന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം ഓരോ മീറ്റിങ്ങിനകത്ത് വരാൻ. ഞാനൊരു വിശ്വാസിയാന്നുള്ള ഒരു ചിന്തയെ വരരുത് കേട്ടോ. വിശ്വാസിയും പെന്തക്കോസ്തുകാരനാന്നുള്ള ചിന്ത വരരുത്. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, എൻ്റെ അപ്പന്റെ ഭവനക്കാരനാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയേ ഓരോ കൂട്ടായ്മയ്ക്കകത്തും വരാവൂ. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം. സമയം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണല്ലോ. ഹല്ലേലൂയ. ഇതിന്റെ അകത്തെ ഒരു കീ പോയിന്റിന് വേണ്ടി ഞാൻ ഈ ആദ്യ ഭാഗങ്ങളൊക്കെ പറഞ്ഞ്, ഈ അധ്യായത്തിൽ ചില ഭാഗങ്ങളൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ കർത്താവ് ഈ വാക്യത്തിനകത്ത് പിടിച്ചു നിർത്തുകയാണ്. എനിക്കറിയത്തില്ല, ചിലരോട് കർത്താവ് അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ഇരിക്കുന്നെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ ഒത്തിരി അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഇത്രയും കുറച്ച് നമ്മൾ വളരെ ചുരുക്കിയ ആൾക്കാരല്ലേ അറ്റൻഡ് ചെയ്യുന്നുള്ളല്ലോ. ഹല്ലേലൂയ. ദൈവാത്മാവ് സഹായിക്കണം. ഞാൻ ഒരു ക്യാമറ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി ഇരിക്കുന്നതുകൊണ്ട് അവരേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്തോത്രം, നിങ്ങളെ വചനത്താൽ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വീണ്ടും അവിടെ ഭാഗത്ത് ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം, നമ്മുടെ കൂട്ടത്തിനകത്ത് എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്ന ആ മലയാളം ഭാഗത്തകത്ത് പറഞ്ഞാണ് പറയുന്നത്. അടുത്തത് പറയുന്നത്, ഈ പോയ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. താങ്ക് യു. ഒത്തിരി പേര് വീഡിയോ ഓൺ ചെയ്ത് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ മീറ്റിങ്ങുകളും ആരിരുന്നാലും കഴിവുള്ളിടത്തോളം വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ ശ്രമിക്കുക.
നമ്മൾ ഒരു പരിമിതിക്കകത്താണല്ലോ ഇരിക്കുന്നത്. ആ പരിമിതികളെ എത്രയും മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചാൽ അത്രയും നല്ലതാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങൾ ആ കാണിച്ച ആ നല്ല മനസ്സിനായിട്ട് ദൈവം നിങ്ങളെ ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ശബലാദരഗസ്യാന്തര. അടുത്ത പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഞാന് ഈ ഭാഗം ചിലപ്പോൾ എന്നിട്ട് എഴുതിക്കുന്നത്, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര നമുക്കുള്ളത്. അടുത്ത അതുകൊണ്ട്, ഇത് നിങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആദ്യം നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ ഭാഗങ്ങളാണ്. നമ്മളൊരു വിശ്വാസിയായിട്ട് ഒരിക്കലും ഒരു മീറ്റിങ്ങിനകത്തോട്ട് വരരുത്. ഒരു വിശ്വാസിയായിട്ട് വരരുത്. അങ്ങനത്തെ ചിന്തയിൽ വരരുത്. വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ടല്ല വരേണ്ടത്. അത് ബേസിക്കാണ്. നമ്മൾ വരേണ്ടത് ദൈവ മക്കളാന്നുള്ള ബോധ്യത്തോടെ വരണം. ഞാൻ കൂട്ടായ്മയ്ക്ക് വരുന്നത് എൻ്റെ അപ്പനെ കാണാനെന്നുള്ള ബോധ്യത്തോടെ വരണം. ആ അപ്പനാണ്, അപ്പന്റെ മക്കൾക്കാണ് ഈ ധൈര്യം ദൈവം കൊടുത്തേക്കുന്നത്. എവിടാ? കൃപാസനത്തിന് അടുത്ത് വരാൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ. അത് പഴയ നിയമത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ വെളിപ്പാട്ടിൽ പറയണം, എൻ്റെ അപ്പന് എന്നോട് കരുണ തോന്നും. കാരണം ഞാൻ അവന്റെ മകനാണ്, മകളാണ്. എന്നോട് കരുണ തോന്നിയില്ലെങ്കിൽ ആരോട് കരുണ തോന്നാനാണ്? പക്ഷെ ഇത് എവിടാ തുറന്നിട്ടിരിക്കുന്നത് അറിയാമോ? അത് ആ കൃപാസനത്തിനടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. കൃപാസനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലമാണോ? ഹല്ലേലൂയ. നമ്മളിപ്പോ പലരും കേൾക്കാറുണ്ട്, എനിക്കൊന്നും നിങ്ങളുടെ ഏരിയയിലെങ്ങാണ്ടാണെന്നു അങ്ങനെ ചില പത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ല കൃപാസനം എന്ന് പറഞ്ഞാൽ. കൃപാസനം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ചിലതിനെ ജയിക്കാൻ വേണ്ടി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചില ബലഹീനതകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ പോയി ശക്തി പ്രാപിക്കുന്ന ഇടമാണ് കൃപാസനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞപ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടി അത് എല്ലാ സമയങ്ങളും തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു വെളിപ്പാട് നമുക്ക് വേണ്ടി തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. ആ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ആദ്യത്തെ രണ്ടാമത്തെ 15ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന്, ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലെല്ലാം കണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്. അവൻ എല്ലാവരും അവരുടെ ജീവിതത്തിനകത്തൊന്നും ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ, അത് പാപമാണ്, അല്ലെങ്കിൽ അശുദ്ധിയായ എന്തെങ്കിലും കാര്യമായിരിക്കും, ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് അവർ പാപമെന്ന് പറയത്തില്ല. അവര് ഓരോ മനുഷ്യർക്കും അവർക്ക് അതിൻ്റെതായ ബലഹീനതകളുണ്ടല്ലോ. ദൈവം ഇതൊന്നും അറിയാത്തവനല്ലല്ലോ. അതിന് ഈ ഭാഗം എടുക്കുന്നത് എന്താ? ബലഹീനത. പാപത്തിന്, പാപമെന്ന് പറയുന്ന പദത്തെ മാറ്റിയിട്ട് അതിന് ബലഹീനതയുടെ ലിസ്റ്റിലോട്ടിട്ടേക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ രാത്രിയിൽ അവൻ ആ വിഷയത്തിന് പുറത്തൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആസ്വദിക്കുകയോ ഹല്ലേലൂയ അല്ലെങ്കിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയാത്തൊരു വിഷയത്തെ ബലഹീനതയുടെ ലിസ്റ്റിൽ ഇടാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഈ കൃപാസനത്തിനകത്ത് വരുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? പാപമൊഴികെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ നമുക്ക് തുല്യമായ സകലത്തിന് പരീക്ഷിക്കപ്പെട്ടവൻ അത്രയെന്ന് പറയുമ്പോൾ കൃപാസനത്തിന് അടുത്ത് വന്നിട്ട് നാം എന്ത് കേൾക്കാനാ ചെല്ലുന്നത്? അവിടെ നാം എന്ത് കേൾക്കാനാ ചെല്ലുന്നത്? അയ്യോ മോനെ നീ വിഷമിക്കണ്ട, മോളെ നീ വിഷമിക്കണ്ട, ഞാനും ഈ ലോകത്തിലോട്ട് ഭൂമിയിലോട്ട് വന്നപ്പോൾ ഞാനും നിങ്ങളെ പോലെ ഒത്തിരി കഷ്ടത അനുഭവിച്ചു, എനിക്ക് നിങ്ങളുടെ സാഹചര്യം അറിയാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ആ ധൈര്യപ്പെടുത്തൽ കേട്ടിട്ട് പോകാനാണ് വന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കും എത്രത്തോളം ആഴമുള്ളതാണെന്ന്. അവിടെ ശരിക്കും നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന പോലെ അല്ല ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഈ മലയാളത്തിൽ എഴുതിക്കുന്നത് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവെന്ന് എഴുതിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആരുടെ അടുത്തോടെ ചെല്ലുന്നറിയാം? ബട്ട് വൺ ഹു ഹാസ് ബീൻ ടെംപ്റ്റഡ് ഇൻ ഓൾ തിങ്സ് ആസ് വി ആർ യെറ്റ് വിത്തൗട്ട് സിൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, ആരുടെ അടുക്കിലോട്ടാണ് നമ്മൾ വരുന്നതെന്നറിയാമോ? നമ്മളെ പോലെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. പാപം ഒഴികെയല്ല,
പാപത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, യോ എന്തായി പറയുന്നതെന്ന്. ഞാൻ ഒരു കാര്യം വീണ്ടും പറയട്ടെ, പരീക്ഷ എന്ന് പറയുന്നത് പാപമല്ല. യേശുവിനാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ മുഴുവൻ കർത്താവിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാനുള്ള പിശാചിന്റെ പരീക്ഷയായിരുന്നു. എന്നാൽ അവിടെ ഒന്നും കർത്താവ് വിട്ടുകൊടുത്തില്ല. നമുക്കിവിടുത്തെ പരാജയം എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പരീക്ഷയ്ക്കകത്തും അകപ്പെടും, നമ്മള് തെറ്റിനകത്തും അകപ്പെടും. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ കർത്താവ് നമ്മളുടെ വ്യത്യാസം. എന്നാൽ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ടോ? അവൻ നമ്മളെ പോലെ എല്ലാത്തിനകത്തും പരീക്ഷിക്കപ്പെട്ടു. എല്ലാത്തിനകത്തും പരീക്ഷിക്കപ്പെട്ടു. സകലത്തിനകത്തും അവൻ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ടും ഇംഗ്ലീഷ് എഴുതിക്കുന്ന അവൻ പാപമില്ലാത്തവനായി മാറി. എത്ര പേർ ഏതെങ്കിലും രഹസ്യ വിഷയത്തിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, മനസ്സിന്റെ ചിന്തകൾക്കകത്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഇങ്ങനെ ഒരു ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിനകത്ത് കുടുങ്ങി തോറ്റു കിടന്നൊരു ജീവിതം നയിച്ച് ഈ ലോകത്തുനിന്ന് പോകാനല്ല എന്നെ നിങ്ങളെ ദൈവം വിളിച്ചേക്കുന്നത്. ഈ വചനം പറയുന്നത് സകലത്തിന് മേൽ നമുക്ക് ജയമുണ്ടെന്നാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒറ്റ കാര്യമാ എന്നെ നിങ്ങളെ തമ്മിൽ, കർത്താവിനെ നമ്മളെ തമ്മിൽ അകറ്റി നിർത്തുന്ന ഒറ്റ കാര്യമാണ്. അത് പാപമാണ്, ട്രാൻസ്ഗ്രഷനാണ്, അകൃത്യമാണ്, മുറുകെ പറ്റുന്ന പാപമാണ്. ഹല്ലേലൂയ. അത് മാത്രമേ അവൻ കർത്താവിന് നമ്മളെ കുറിച്ച് വിഷമമുള്ളൂ. ഇന്ന് രാത്രി ഏതെങ്കിലും ജഡത്തിന്റെ പ്രവൃത്തി അവൻ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് വിടിവിപ്പാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തിന്റെ കൃപാസനത്തിന് അടുത്തോട്ട് ചെല്ലാനാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഈ കൃപ എന്താ? ഈ കൃപ എന്താ? സകലത്തിനെ ജയിക്കുന്ന ദൈവശക്തിയാണ്. അവൻ സകലത്തിനെ ജയിക്കുന്ന ദൈവശക്തിയാണ്. ഇന്ന് പല മനുഷ്യരും പാപത്തെയും ജഡത്തിന്റെ ഈച്ചകളെയും ബലഹീനതയുടെ ലിസ്റ്റിലിട്ട് അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. സകലത്തെ ജയിക്കുന്ന, ജഡത്തെ ജയിക്കുന്ന, പാപത്തെ ജയിക്കുന്ന, പിശാചിനെ ജയിക്കുന്ന വിശുദ്ധ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നയിക്കുന്ന ഒരു കൂട്ടം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ആമേൻ. നമ്മുടെ ബലഹീനതയെ മറയ്ക്കുന്ന, ജഡത്തെ മറയ്ക്കുന്ന, പാപത്തെ മറയ്ക്കുന്ന ഒരു കൃപയല്ലെന്ന്. പാപം പെരുകിയെടുത്ത കൃപയെ അത്യന്തം വർദ്ധിച്ച് എന്തിനാ? പാപത്തെ സപ്രസ് ചെയ്യാൻ, പാപത്തെ ഒതുക്കാൻ, പാപത്തെ മറയ്ക്കാനല്ല, പാപത്തെ ജയിക്കാൻ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ആ കൃപ വ്യാപരിക്കട്ടെ. ജഡത്തിന്റെ ചില പ്രവൃത്തികളുടെ മേൽ, വാക്കുകളുടെ ചില വക്കാണത്തിന്റെ മേൽ, അറിയാതെ പറഞ്ഞു ദൂഷണത്തിന് മേൽ, ഇടയ്ക്കൊക്കെ കള്ളം പറയുന്ന ചില സ്വഭാവത്തിന് മേൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നേരല്ല ചില സ്വഭാവത്തിന്റെ മേൽ, വക്രതയുള്ള ചില ഹൃദയത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ ആഗ്രഹിക്കുന്നവരത് വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളൊരു മെസ്സേജിന് മുമ്പിലല്ല ഇരിക്കുന്നത്, ദൈവത്തിന് തുറക്കപ്പെട്ട കൃപാസനത്തിന് മുമ്പാകെ ഇരിക്കുകയാണ്. അവനും ദാഹത്തോടെ പറഞ്ഞാണ്, കർത്താവേ എനിക്ക് കൃപ വേണം. പൗലോസിനോട് ദൈവം പറഞ്ഞ കൃപ വേറെയാണ്. അവൻ നിഗളിച്ചു പോകാതിരിപ്പാൻ തന്റെ ജഡത്തിന് മേൽ ശൂലം, അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയരുത് ആരും. എന്റെ കൃപ നിനക്ക് മതി, ഇതുകൊണ്ട് തുടരാമെന്നല്ല, ബലഹീനതയെ കൃപയും കൊണ്ട് തുടരാമെന്നല്ല, അത് വേറെ വിഷയമാണ്. അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എബ്രായർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവകൃപ എന്ന് പറയുന്നത് സകലത്തെയും ജയിക്കുന്ന ദൈവശക്തിയാണ്. നിങ്ങളെ പുറത്തുവിടത്തില്ല വാദിച്ചു നിൽക്കുന്ന ചില ദുഷ്ടശക്തിയുടെ മേൽ, നിങ്ങളെ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ചില ദുഷ്ടശക്തിയുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജയം തരികയാണ്. നിങ്ങളെ ഒതുക്കിക്കളയുന്ന, നിങ്ങളുടെ കോൺഫിഡൻസിനെ പുറകോട്ട് വലിച്ചു കളയുന്ന, എനിക്കിങ്ങനെ കുറവുണ്ട്, ഞാൻ ഇതിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാണോ, പ്രയോജനപ്പെടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ ചില ബലഹീനതകളുണ്ട്, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് ചില വികല ചിന്തകൾ നിന്റെ ഹൃദയത്തിനകത്തിട്ടിട്ട് നിന്നെ പുറകോട്ട് വലിച്ചു കളയുന്ന ആ ദുഷ്ട വ്യാപാരത്തിന് മേൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ, സമയം കഴിഞ്ഞല്ലോ, ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഈ ചിന്ത ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. സഭയിൽ ഒരു ഭൂരിപക്ഷത്തിന്റെ ഹൃദയത്തിനകത്ത് ഇതാ ചിന്ത ഇരിക്കുന്നത്, എൻ്റെ ഈ കുറവൊക്കെ കർത്താവ് അങ്ങ് എഗ്രി ചെയ്യും. കർത്താവ് അങ്ങനെ എഗ്രി ചെയ്യാനിരിക്കുന്നവനല്ല.
ആമേൻ. നമ്മളെ കുറവുകളോടുകൂടിയാണ് സുവിശേഷത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ തന്റെ സുവിശേഷ ഘോഷണത്താൽ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഗ്ലോറിയുടെ പുതപ്പ് വന്ന് വീഴുന്നത്, തേജസ്സിന്റെ പുതപ്പ് വന്ന് വീഴുന്നത്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജഡത്തിന്റെ പ്രവൃത്തി ജീവിക്കുകയും അതെന്റെ ബലഹീനതയാ, ദൈവം എന്നെ അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് ഒരു കർത്താവിനെ സോപ്പിട്ട് ജീവിക്കുന്നവരുടെ മേൽ വീഴാനല്ല ഈ ഗ്ലോറി. അവൻ എനിക്ക് ജയം ആവശ്യമാണ്, പാപത്തിന്റെ മേൽ എനിക്ക് ആധികാരികമായ ജയം ആവശ്യമാണെന്ന് ദാഹത്തോടെ പറയുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്ലോറി, നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മഹത്വം. നിന്നെ ധരിപ്പിക്കാനാണ് കർത്താവ് ഈ തേജസ് ഇപ്പോൾ ഭൂമിയിലേക്ക് വചനത്താൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ ധരിപ്പിക്കാനാണ്, നിന്നെ പുതപ്പിച്ച് അവനോട് അനുരൂപപ്പെടുത്തി അവനോട് സദൃശനാക്കി കർത്താവ് വരുമ്പോൾ നിന്നെയാണ് കർത്താവ് മടക്കി വിളിക്കാൻ വരുന്നത്. ജഡത്തിൽ ജീവിക്കുന്ന, അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തരും ശക്തി പ്രാപിക്കത്തില്ല. ഇന്ന് ജഡത്തെ ജയിക്കുന്ന, പാപത്തെ ജയിക്കുന്ന, ലോകത്തെ ജയിക്കുന്ന ഒരഭിഷേകം നിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കെട്ടുകൾ പോട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ലോക മനുഷ്യർ കാണുന്നത് പോലെ ചിലതിനകത്ത് അവൻ ചില കാഴ്ചകൾക്കകത്ത് അവൻ ചില സീരിയലുകൾ പോലുള്ള ചിലതിനകത്ത് പുറകോട്ട് വലിക്കുന്ന താല്പര്യങ്ങൾ കൊണ്ടുവരുന്ന ദൂട്ട പിശാചിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പോട്ടട്ടെ, പോട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ യൗവനം ഇന്ന് രാത്രി കഴുകനെ പോലെ പരിശുദ്ധാത്മാവ് പുതുക്കിയ, നിന്റെ യൗവനം ഇന്ന് രാത്രി കഴുകനെ പോലെ പരിശുദ്ധാത്മാവ് പുതുക്കിയാണ്, പുതുക്കിയാണ്, പുതുക്കിയാണ്. നിനക്ക് നഷ്ടപ്പെട്ട ചില വർഷം ഇന്ന് രാത്രി ഈ മഹാപുരോഹിതൻ കൃപാസനത്തിനകത്ത് ശക്തി പകരുന്ന, ശക്തി പകരുന്ന, വിടുതൽ പകരുന്ന, അഭിഷേകം പകരുന്ന കർത്താവ് നിനക്ക് ചില പുതുക്കം തരികയാണ്. നിന്റെ നഷ്ടപ്പെട്ട വർഷത്തെ ഏൽപ്പിച്ചു കൊടുക്ക. ആരുടെയൊക്കെയോ നഷ്ടപ്പെട്ട വർഷത്തെ പരിശുദ്ധാത്മാവിന്റെ രാത്രി മടക്കി തരുന്നു. നമ്മുടെ ചിന്തകൾ മാറട്ടെ. കൃപാസനം എന്ന് പറയുന്നത് സകല ജഡത്തെ ജയിക്കുന്ന അഭിഷേകവും ശക്തിയും നമ്മുടെ മേൽ പകരുന്ന, കൃപ ചൊരിയുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങൾ പറയണം ഇത്. ആമേ. പാപം ഒഴികെയല്ല, പാപം ഉൾപ്പെടെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ എവിടോ കുറവ് മഹാപുരോഹിതനുണ്ട്, എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. എങ്ങനെ ജയിക്കാമെന്ന് ഇതുപോലെ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരുവൻ വേറെ ഈ ഉലകത്തിൽ വേറെ ഒരുവനില്ല. ഇന്ന് അവനെ പിടിച്ചോ, ആ മഹാപുരോഹിതനെ പിടിച്ചോ, ആ സ്വീകാരത്തെ മുറുകെ പിടിച്ചോ. നീ ലജ്ജിച്ചു പോകേണ്ട വരത്തില്ല, ലജ്ജിച്ചു പോകേണ്ട വരത്തില്ല. ഒരു മനുഷ്യന്റെ പോലും തല കുടിക്കേണ്ടി വരത്തില്ല. ഒരു പൈശാചി ശക്തി നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. ഇന്ന് രാത്രി ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ചില പൈശാചിക ശക്തികൾ ഈ ലൈഫ് നയിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിന്റെ ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ കണ്ടാ വിറയ്ക്കാൻ തുടങ്ങും. നീ നിസ്സാരക്കാരനല്ലെന്ന് പൈശാചിക ശക്തിക്ക് പോലും ബോധ്യം വരാൻ തുടങ്ങും. പണ്ടത്തെ പോലെ നല്ല കാലം ഈ അന്ത്യകാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കട്ടെ. ഇന്ന് രാത്രി ഈ വചനത്തിനു മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. തൽസമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആ മഹാപുരോഹിതരുടെ സ്വീകാരം നമുക്ക് ഏറ്റുപറയാം. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വിടുതലുകൾ വ്യാപരിച്ചിട്ടുണ്ട്, രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്, അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിനകത്ത് വാസ്തവമായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണെങ്കിൽ ചില ടച്ച് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. അത്ഭുത സാക്ഷ്യമായി നിങ്ങൾ പ്രസ്താവിക്കും. നിങ്ങളുടെ തലമുറകളെ ദൈവം തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിൽ നിന്ന്, ചിലരുടെ സിംഹത്തിന്റെ വായിൽ നിന്ന്, കരടിയുടെ വായിൽ നിന്ന് സ്വന്തം തന്റെ പിതാവിന്റെ ആടിനെ പിടിച്ചെടുത്തതുപോലെ ചിലതിനെ പിടിച്ചെടുത്ത് യഥാസ്ഥാനത്തേക്ക് യേശുവിന്റെ നാമത്തിൽ കൊണ്ടുവരുന്നു. കർത്താവ് അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ചെയ്തിരിക്കാന്ന് വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനം ചൊല്ലി ദൈവസഭയെ ബ്ലസ് ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്പം ചിലറ്റ് 3-4 മിനിറ്റ് കൂടിപ്പോയി ദൈവമായി ക്ഷമിക്കുക. ഇങ്ങനെ ഒരു അവസരം വയ്ക്കുന്ന കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കണമേ. ഞങ്ങൾക്ക് ദാനമായി 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിലായിരിക്കുന്നു. കർത്താവ് തരുന്ന അവസരങ്ങളിലൊക്കെ കർത്താവിന്റെ വേറെ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും സഹായിക്കേണ്ടതിനായിട്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരും കണ്ടതിൽ സന്തോഷം. വളരെ പ്രായമായ പ്രിയപ്പെട്ടവരൊക്കെ, എൻ്റെ അമ്മച്ചിയെ കാട്ടിലൊക്കെ പ്രായമായ പ്രിയപ്പെട്ടവരൊക്കെ ഈ മീറ്റിംഗ് വളരെ ആവലോടെ വീഡിയോ ഓൺ ചെയ്ത് കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.